ലോക പരിസ്ഥിതി ദിനം വേൾഡ് എൻവയോൺമെന്റ് ഡേ എല്ലാ വർഷവും ജൂൺ 5-ന് ആചരിക്കുന്നു. 1972 ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിച്ച സ്റ്റോക്ക്ഹോം പരിസ്ഥിതി സമ്മേളനത്തിന്റെ ഫലമായി ഈ ദിനം പ്രഖ്യാപിക്കപ്പെട്ടു. 1973 മുതൽ ലോകമെമ്പാടും ഇത് ആചരിച്ചു വരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും പ്രവർത്തനങ്ങൾക്കും ഏറ്റവും വലിയ ആഗോള വേദിയാണ് ഈ ദിനം. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ലോക കാലാവസ്ഥാ പ്രവർത്തനം എന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ നേരിടാൻ അടിയന്തരവും കൂട്ടായതുമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക, ശുദ്ധ ഊർജം പ്രോത്സാഹിപ്പിക്കുക, പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം: 1. പരിസ്ഥിതി ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നു. ഈ ദിനം ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം, വായു മലിനീകരണം, ജലമലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യം, വനനശീകരണം, ജൈവ വൈവിധ്യ നഷ്ടം, ഭൂമിയുടെ നാശം എന്നീ വിഷയങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. വൃക്ഷത്തൈകൾ നട്ടു വളർത്തുക, മാലിന്യം കുറയ്ക്കുക, പുനരുപയോഗവും പുനഃസംസ്കരണവും നടത്തുക, ജലവും വൈദ്യുതിയും ലാഭിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കുക, വന്യജീവികളെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുക എന്നീ പ്രവർത്തനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നു. ഇതുകൂടാതെ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഭാവി തലമുറകളുടെ അവകാശങ്ങളെ ബാധിക്കാതെയുള്ള വികസനമാണ് സുസ്ഥിര വികസനം. ഈ ആശയം ലോക പരിസ്ഥിതി ദിനം ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ ഭൂമി നമ്മുടെ ഏക ഭവനമാണ്. അതിനെ സംരക്ഷിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. 2026 കാലാവസ്ഥാ പ്രവർത്തനം എന്ന പ്രമേയം കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ലോക ജനതയെ ഒന്നിപ്പിക്കുന്ന ശക്തമായ ആഹ്വാനമാണ്. ഭാവി തലമുറയ്ക്കായി സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭൂമി കൈമാറാൻ നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല. കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, ജൈവ വൈവിധ്യ നഷ്ടം എന്നിവ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ബാധിക്കുന്നു. അതിനാൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനും കൂട്ടായ പ്രവർത്തനത്തിനും ഈ ദിനം പ്രാധാന്യം നൽകുന്നു. അതുകൂടാതെ യുവജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾ, സെമിനാറുകൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, വൃക്ഷത്തൈ നടീൽ പരിപാടികൾ എന്നിവ വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സംരക്ഷണ ബോധം വളർത്തുന്നു. ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നു. സസ്യജന്തുജാലങ്ങളും വനങ്ങളും നദികളും സമുദ്രങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അവയുടെ സംരക്ഷണത്തിന്റെ ആവശ്യകത ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു. ഇതിനു പുറമെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. വെള്ളപ്പൊക്കം, വരൾച്ച, കടൽ നിരപ്പ് ഉയരൽ, ചൂട് തരംഗങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ കാലാവസ്ഥാ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ്. 2026 പ്രമേയം ഇതിന് പ്രത്യേക ഊന്നൽ നൽകുന്നു.